ഇന്ത്യക്ക് തന്റെ രാഷ്ട്രത്തോടുള്ള അതീവമായ സ്നേഹവും പിന്തുണയും അർപ്പണബോധവുമാണ് ദേശസ്നേഹം. ദീപ്തമായ കണ്ണുകളും തേജോമയമായ മുഖവും നെഞ്ചിനു കുറുകെ കൈകൾ കെട്ടി എന്തും നേരിടാനുള്ള ചുമകൾക്ക് പ്രകടമാക്കുന്ന ശരീരഭാഷയും ആരുടെയും മുന്നിൽ കടന്നു പറ്റുന്നതല്ല, ഒരു സിംഹാസനം തന്നെ കരസ്ഥമാക്കാൻ കഴിവുള്ളതായിരുന്നു ആ വ്യക്തിത്വം. അതിൽ യുദ്ധത്തിന്റെ എല്ലാവിധ ഭാവങ്ങളുടെയും ഊർജ്ജമേറുന്നു. അദ്ദേഹത്തിന്റെ ആജ്ഞാശക്തിയുടെ വാക്കുകൾ ഉദിഷ്ഠത, ജാഗ്രത, പ്രാപ്തിവരാൽ നിബോധത, അതായത് എഴുന്നേൽക്കൂ, ഉണരൂ, something that enables us to stand on our own feet and face life's challenges with strength and confidence. He understood that the nation cannot prosper without education, moral values, or unity among citizens. He once said, "Arise, awake, and stop us, because the goal is weak and courageous." Second, the heart. Heart is good. It is nothing. Education is that which enables one to stand on one's own feet and equip one for the struggles of life. Manifestation of the perfection already in man. Quote-unquote, Swami Vivekananda. സ്വാമിജിയുടെ സമ്പൂർണ്ണ കൃതികളിൽ അദ്ദേഹത്തിന്റെ പ്രിയ ശിഷ്യയായ സിസ്റ്റർ നിവേദിത ഇപ്രകാരം എഴുതി: ശാസ്ത്രങ്ങളും ഗുരുവും മാതൃരാജ്യവും, ഈ 3 രാഗങ്ങൾ സ്വാമി വിവേകാനന്ദന്റെ കൃതികളിൽ നിറഞ്ഞു നിൽക്കുന്നു. ആത്മീയതയും മാനവികതയും ഊന്നിയതാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്ന ഇന്ത്യ. കന്യാകുമാരിയിൽ ധ്യാനനിരതനായ അദ്ദേഹം ഇന്ത്യയുടെ ഭാവിയും വർത്തമാനവും ഭൂതവും പ്രവചിച്ചു. അദ്ദേഹം ഇപ്രകാരം പറയുകയുണ്ടായി: ഇന്ത്യ ഒരിക്കലും മരിക്കുകയില്ല, ഉണരുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ്.